എടാ ഇതറിയണോ രണ്ടും കൂടി അത്ര കൊടുത്തൂടന്നല്ലേ ആരാടാ നമ്മടെ കണക്ക് വെച്ചാല് നമ്മളേടാ അവിടുത്തെ കാരണോല് എടാ അച്ഛൻ വന്ന ചേലും കൊല്ലം കണ്ടിച്ച് ഒരു രോമകുത്തനായില്ല ഈ രണ്ട് പല്ലല്ലേടാ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എത്ര ചെയ്യണോ ഇജ്ജൊന്ന് കണക്കൂട്ടി ആ മൂരി എത്ര റുപ്യക്ക് ഉണ്ടടാ ഇജ്ജ് ഈ പള്ളിയും തൊള്ളി അറിയാതെ ഇവിടെ വന്നോക്കാം ഇവിടെ നിന്ന് വന്നോക്കാം കുട്ടിക്ക് നാട് മാറ്റിക്കെട്ടി ഇജ്ജെന്തിനാ അതും നോക്കുക എനിക്ക് കുഞ്ഞുകോയൊക്കെ പറഞ്ഞത് പോരെ നിഞ്ചമാരി വയസ്സനൊന്നും അല്ലടാ എടാ ഇരട്ട പെറ്റ കുട്ടികളാണ് എടാ ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് ഇറക്കിക്കൊണ്ടിരടാ അപ്പോളെ കന്നിന്റെ നിലവാരം അറിയുള്ളൂ ഒരു ചാക്ക് തവിട് ഒരു ചാക്ക് തിളപ്പിച്ചണം എന്നിട്ട് രണ്ടും കൂടി കൂട്ടിട്ട് കൊടുക്കാൻ പള്ളി തൊള്ളി നരതല്ലേ എടാ ഒരു രോമക്കുത്തിന് പുള്ളിമൂരിയോ നല്ലൊരു കാളക്കുട്ടിയാക്കണോ ഒരു പൈക്കുട്ടിയൊക്കെ വിറ്റ് പോയി കാളക്കുട്ടിന്റെ ഒപ്പം വന്നിട്ട് അതാക്കണോ എവിടെ ഞാൻ അവിടെ കെട്ടിട്ടാ മാങ്ങൂല നിക്കറിയാം കാരണം വെച്ചാൽ അതിലത്തെ ഒന്ന് പൈക്കുട്ടിയാണല്ലോ അതിനെ കൊടുത്തേക്കണു പൈക്കുട്ടീനെ കൊടുത്തോ അത് കൊണ്ടേക്കടാ അണ്ടിപ്പുളി പൊളിച്ചാൽ മതി ലാഭം കിട്ടും മക്കളെ അണ്ടിപ്പുളി പൊളിച്ചാൽ എന്താണ് ഒപ്പാപ്പ കിട്ടും ഇനിയിപ്പോ വേറെ ഒന്നും ഞമ്മക്ക് തരാനില്ല ഇല്ല അപ്പോൾ നീ വന്നിട്ട് വേണം കന്ന് വന്നിട്ട് വേണം ഇന്ന് വരുവാ ഇന്ന് വൈകുന്നേരത്തേക്ക് എത്തുള്ളൂ ഞാൻ വന്നാ വിളിച്ച അത് വേണ്ട ആ കന്നുണ്ടേക്കോ കാക്കാൻ്റെ കുട്ടിക്ക് കിടക്ക ഒപ്പാപ്പം ഇജിച്ച് എത്ര ലസം തരുന്ന വെച്ചാൽ അതിന്റെ നീർപ്പകുതി ലാഭം എനിക്ക് ഈ ഒരു 30 ദിവസം എന്റെ കയ്യിൽ കിട്ടും ഇത് അങ്ങനെ പട്ടിണിക്കണ കന്നാ എന്നാണ് കൊണ്ടേക്കോ അതാണോ മഞ്ചിരിച്ചന്തിൽ വയറിറച്ചി കയറ്റിയിൽ കിടക്ക ഈ മഞ്ചിരിച്ചന്തിൽ വള്ളം കാട്ടി നിറച്ചിക്കണ്ട കയറ്റ ഒന്ന് കേക്കി തുടച്ചിക്കണ്ട് അതിന് തന്നെ 80,000 ഇയാൾക്ക് പൈസ എനിക്ക് കൂടുതൽ പൈസ തന്നെ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ അത് കൊടുക്കണത് കൂടുതൽ പൈസ എന്നു വെച്ചാൽ അറിയില്ല ഒരു പുളുങ്ങാക്കുരുവിന്റെ ഇറച്ചി എല്ലാ സ്ഥലത്തും കൂടി കൂടുകയാണെങ്കിൽ എത്ര കിലോനായി നിങ്ങൾ കണക്കൂട്ടിക്ക് വരും ഒരു പുളുങ്ങാക്കുരുവിന്റെ ഇറച്ചി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ഒരു തുള്ളല്ല അത് എല്ലാ സ്ഥലത്തും കൂടി വരികയല്ലേ അപ്പോ ആ മൂരി കൊടുത്തക്കണോ താജ് വേറെ എവിടെയാണ് പൂക്കാട്ടിയോ നമുക്ക് ചെറിയൊരു പജ്ജ് കൊണ്ടുപോയി ചെയ്യൂ ചെറിയൊരു മൂരിക്കുട്ടി കൊണ്ടുപോയി ചെയ്യുന്നു ഏതാ വേണ്ടേ പൈസ ഒരു 12,000 രൂപ ഓടിക്കാം ഒരു ചെറിയൊരു പൂതിയുള്ള ആളാ എന്റെ മാതിരി ഒരു നുണ ഈ നുണമൊന്നൊന്ന് വേറിട്ടോട്ടെ കാക്കപ്പോ കുടുങ്ങി ചിച്ചവനെ വേറെടുത്തിക്കൊണ്ടു ഇതിലൊന്ന് കുടുങ്ങി പോയരുത് ഇത് വലിയ ലാഭം കിട്ടുന്ന ഏർപ്പാടാണ് എല്ലാരും പോയിട്ട് ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഒറ്റക്കൊക്കെ ഞാൻ അതും ചോദിച്ചിട്ടേ കോടത് നിങ്ങൾ എല്ലാവരും ഇപ്പൊ കച്ചുകാലും കുറഞ്ഞിട്ട് പോയി ഞങ്ങൾ ഇവിടെ 4 കുന്തേറ്റ് ഇവിടെ ഇങ്ങനെ ഒറ്റക്കൊക്കെ നിങ്ങൾ ഇവിടെ 10 ആൾ നിൽക്കണേ ആൾക്കാർ പറയും പറഞ്ഞ ഇയാൾക്ക് നല്ല കച്ചവടതയിൽ പറയും അതും ഇല്ലാതൊക്കെ അന്നത്ത് കൊണ്ടേക്കാം അത് പൈക്കുട്ടിയാണ് അത് കൊണ്ടേക്കാം എഴുത്തുകുട്ടി അതാ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കാൻ ഒരു അത്ര പേരുള്ള ഇതിനോ കുഞ്ചിപ്പോ നമ്മക്കൊക്കെ കുത്തണ്ട അങ്ങനെ കുഞ്ചി കണക്കൂട്ടിക്കോ കുഞ്ചിപ്പോ ആർക്കാ കുത്തേണ്ടതുള്ള ഇപ്പൊ നമ്മ കണക്കാക്കാൻ പറ്റും
താത്താര് കായുണ്ടാക്കി കണ്ടു. ആ ഇപ്പൊ കൊണ്ടുപോയ താത്തണ്ടല്ലോ 4ാമത്തെ പച്ചാണ് കൊണ്ടുപോകും. 1 15,000 വിറ്റുന്ന പറഞ്ഞു. അല്ലേ കാക്കാനൂട്ടിയൊക്കെ ഞാൻ കാണുന്നിടത്തിന് കാലം കുറച്ച് ഞാനിട്ട് ഞാൻ പറഞ്ഞ ഒരു വർത്താനം ചെന്ന് സ്വീകരിച്ചോ. കാക്കാനൂട്ടി കായ കൊണ്ട് കീറല്ലെങ്കിൽ പൈസ കൊണ്ട് കീറല്ലാത്തോണ്ടി വന്നോളി. 30-ാം ദിവസം കജ്ജോണ്ട് എണ്ണിക്കാണ്ട് 1 ലക്ഷം ഉറുപ്പ്യ ലാഭം കിട്ടുന്ന കച്ചവടം അതേ ഉണ്ടാവുള്ളൂ. 30-ാമത്തെ ദിവസം ലാഭം കിട്ടണേ 1 ലക്ഷം ഉറുപ്പ്യ ലാഭം കിട്ടണേ ഞാൻ കച്ചവടം പറ്റുള്ളൂ കേട്ടോ. പോയത് എത്താ വേണ്ടേ? എവിടെ കറങ്ങണ്ട്? ആ ഏതാ നോക്കട്ടെ നമ്മളെ ഇങ്ങനത്തെ ഷാഡിയൊന്നും വാങ്ങലോട്ടെ. നമ്മള് നല്ല ഹൈ ലെവൽ ബൈക്കിലാണ്. അങ്ങനത്തെ നമ്മളെ ബൈക്കിലാണ്. ഇതിലേതെങ്കിലും പറ്റുന്നു. ഇതിന്റെ മാമയാണ് ഈ നിൽക്കുന്നത്. ഇവിടെ വാടാണ് ഇതാ. ഇവിടെ വാടാണ് ഇതാ. ഈ മാമയാണ് അതിന്റെ മാമടാ. എന്നാ കൊടുത്തേക്കടാ. ഇതപ്പ താത്താനായിട്ട് കച്ചവടം പറഞ്ഞിട്ട് തെറ്റിക്കൊടുക്ക. അത് കൊടുത്തേക്ക്. ഇത് കുട്ടിയില്ലാത്ത മാമയാണ്. അത് കുട്ടിയില്ലാത്ത മാമയാണ്. കുട്ടി ഇതിനേ ഉള്ളൂ. കുട്ടിയരാ ഈ കുട്ടിയരാ ആ കുട്ടിയരാ. ഇതാണ് അത് പെണ്ണ് കണ്ടോൽക്ക് അത്. എടാ ഇത് എന്ത് ഒരു കുട്ടിയാ അത് വില. അതിന്റെ പേര് പറയുന്ന ഒറിജിനൽ പറഞ്ഞതിന് സിരുന്തിരി കുട്ടിയാ. ഇതിന് കൊമ്പ് വരൂല, ഒരു കാലത്തും വരൂല. ഇതിനൊരു 5 മാസം ചരിയിച്ച് തരികയാണെങ്കിൽ ഞാനും ഇജ്ജു ഈ പജ്ജു ബാക്കി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ 50,000 രൂപ എന്റെ കഴിച്ചത് എഗ്രിമെന്റ് ആയിരിക്കും. ഇത് ആ അതൊക്കെ സംഭവം. ഇതാണ് ഒറിജിനൽ സിരുന്തിരി കേട്ടോ. ഇതിന്റെ പേര് എല്ലാവർക്കും അറിയാം. ഇതാണ് ഒറിജിനൽ സിരുന്തിരി. നല്ല പൈക്കുട്ടിയാണ്. അത് ഇങ്ങനത്തെ പേരില്ല. 6 മാസം ആ പുല്ല് കൊണ്ടിട്ടാ മതി. ഒരു എമൗണ്ടിന് വെക്കാം. ഈ അടുത്ത തിലാമാസി ചെലക്കാറുള്ളത് ഒരു എമൗണ്ടിന് വെക്കാം. ഇത് രണ്ടും കൂടി കൊണ്ടേക്കാം. ജോഡി മാറും. അതൊരു കച്ചവടാണ്. ഇത് രണ്ടും കൂടി കൊണ്ടേക്കാം. ഞാൻ ഒരു പണി പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞ പണിയെടുക്കണം. അല്ല ഇജ്ജർ കൊണ്ടിട്ട് കൗങ്ങിന്റെ മറ്റേ തെങ്ങിനെ മറ്റേ കെട്ടിട്ട് കുഞ്ഞുകായൊക്കെ വലിയാർത്താനും പറഞ്ഞു പറയുക. നമുക്ക് പാലുള്ള ഒരു പയ്യനെ കുടിച്ചാൽ അത് പോയാൽ കുടിക്കുമോ? 10-11 മാസം പ്രായമായി ഇപ്പൊ കൊണ്ടുപോയി കൂട്ടിട്ട് കുടിച്ചു വെച്ചിട്ട് ഔട്ടത്തിന് പോരാണ് ഇജിന്റെ കുട്ടികൾ കൊടുക്കുക. ജയിമ വിട്ടോ നീ വിട്ടോക്ക അയിമുട്ടോക്ക ആ ഒരു കണ്ടീഷൻ ഇവിടെ നീ നദിന്ന് കുടിച്ചിട്ട് അതിനെ കൂടെ നീ അതിനെ കൂടെ അതിനും കൂടെ അയിമ കൂടെ അപ്പറോട് അവിടെ ഇവിടെ ആ നീ അതിനൂടെ ഇജ്ജെന്താ മനസ്സിലാക്കണ്ട്? ആ നീ അതിനെ കൂടെ തെങ്ങിന്റെ മരത്ത് വിടണം. അപ്പൊ ഞാൻ പറഞ്ഞു വെക്കും. എത്ര കൂടുതല് ഞാൻ കുറച്ചോ അവിടെ കൊണ്ട് കെട്ടിക്കാം. അല്ല അവിടെ കൊണ്ട് കെട്ടെ. എനിക്കിപ്പോ എന്റെ പജ്ജിന് കുട്ടിയില്ലാത്തതിനെ കറന്നു കാക്കാനൂട്ടി. ഒരു ഇളയമക്കുട്ടിനെ കൊണ്ടേക്കാണിച്ച് സൂട്ടാക്കണ്ട. കുട്ടി കൊടുത്താൽ 2000-4000 കിട്ടൂലടാ. അവിടെ ചെങ്ങായി 1 കിലോ പച്ചി വാങ്ങണ അയിലന്റെ കുട്ടികളെ വാങ്ങണ 250 വില വെച്ചത് വാങ്ങി പോകാതെ ഞാൻ പെട്ടിട്ട് പറയണം. എടക്കെ ആ മണ്ടത്തലക്ക് ഇത്ര പോകുന്ന അയിലെ കുട്ടികൾക്ക് 250. ഈ മൂരുകുട്ടി 60 ദിവസം എന്നെ കഴിഞ്ഞാൽ ഞാനും ഈ മൂരുകുട്ടി ബാക്കി ഉണ്ടെങ്കിൽ 10,000 രൂപ കെട്ടാൻ തരാം.